ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലഡ്ഡു ആണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സാധാരണ ബൂന്തിയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ലഡ്ഡു ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പി കൂടിയാണ്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് കേട്ടോ. ഇത് 2-3 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ 2 മണിക്കൂർ കുതിർന്നതിന് ശേഷമുള്ള കടലപ്പരിപ്പാണിത്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുതിർത്തെടുത്ത പരിപ്പ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യമായിട്ട് അരച്ചാൽ മതിയിട്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അരഞ്ഞു കിട്ടാൻ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. ഒരുപാട് വലിയ തരികൾ വേണമെന്നില്ല. നമ്മൾ പരിപ്പ് പൊടിക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു രീതിയിൽ തന്നെ. ഇപ്പോൾ മുഴുവൻ പരിപ്പും അതുപോലെ തന്നെ അരച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പ്ലെയിനായിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ചെറുതായിട്ട് കേട്ടോ, വലുതായിട്ട് ഫ്രൈ ചെയ്യേണ്ട. കാരണം അങ്ങനെ ആവുന്ന സമയത്ത് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇനി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ആദ്യം അത്യാവശ്യം ഓയിലൊന്ന് ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ. കാരണം പെട്ടെന്ന് നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് ചുമന്ന് പോവുകയും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൽ മുഴുവനായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം. എന്നാലാണ് മിക്സിയിലിട്ട് നല്ല പൊടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പരിപ്പോടെയൊക്കെ പോലെ ചുവന്ന കളറിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഉള്ളിൽ കറക്റ്റ് വെന്ത് അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആയിരിക്കണം. എന്നാലേ നമ്മൾ ഇത് മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കളർ മാറ്റിയെടുക്കരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ മുഴുവൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി ഇത് ഒന്ന് അത്യാവശ്യം നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുക. അത്യാവശ്യമൊക്കെ ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഒരു 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കാനായിട്ട് നോക്കണ്ട. ഇതാ ഈ ഒരു രീതിയിൽ ഒരു ചെറിയ തരി ഉണ്ടാവും, കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ തന്നെ ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യമായിട്ട് ഫുള്ളായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ലഡുവിൽ ബൂന്തിക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂ അത്യാവശ്യം ഒന്ന് വറവായി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുപ്പുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടെ വറുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇത് വറുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു നെയ്യ് ഉണ്ടല്ലോ, അതും എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അടുത്തത് ഈ പാൻ തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഏത് അളവിലാണോ പരിപ്പ് എടുക്കുന്നത് സെയിം അളവിൽ തന്നെ പഞ്ചസാര എടുത്താൽ മതി. 2 കപ്പ് കടലപ്പരിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ 2 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കൊരു 1/3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടുതൽ വേണ്ട, അതായത് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അതാണ്. ഇതിപ്പോൾ നമ്മൾ സാധാരണ ലഡു ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കില്ല, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പഞ്ചസാര വെള്ളം കൂടെ നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരൂലേ, അതിനുശേഷം ആ ഒരു പതയൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ക്ലിയറായിട്ട് റെഡി ആയിട്ട് വന്നാൽ മതി. അതായത് ഇങ്ങനെ നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഒട്ടണം, പക്ഷേ ഒരു നൂൽപ്പരിവ് ഒന്നാവണ്ട കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ പരിപ്പ് പൊടിച്ചതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പരിപ്പ് വലിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ തീരെ ലൂസ് ആവാനും പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ലോണം തിളച്ച് കഴിഞ്ഞ് വന്നാൽ ഒരു 2 മിനിറ്റൊക്കെ ചെറിയ തീയിലിരിക്കുമ്പോഴത്തേക്കും കയ്യിൽ ചെറിയൊരു സ്റ്റിക്ക് ആയി വന്നാൽ മതി. ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം. അതിൻ്റെ കൂടെ തന്നെ ഫുഡ് കളർ വേണമെങ്കിൽ കുറച്ചാക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ ഇത്തിരി ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഓൾറെഡി നമ്മൾ പരിപ്പ് പൊടിച്ചത് മഞ്ഞ കളർ ആയതുകൊണ്ട് ചെറിയൊരു കളർ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 പ്രാവശ്യമായിട്ട് കുറച്ച് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റായിരിക്കും. ഈ ഒരു കപ്പിലേക്ക് 1 കപ്പ് പഞ്ചസാരയെല്ലാം എടുത്തിട്ടുള്ള കറക്റ്റ് അളവ് തന്നെയായിരിക്കും. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ഒരു കാര്യം, ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ്. നല്ല ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ആ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത്തിരി വെള്ളം പോലെ ഉണ്ടാവും, പക്ഷേ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ചൂടാറി കഴിയുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളും.
ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പും ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത പരിപ്പും എല്ലാം കൂടെ കറക്റ്റായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ആ ഒരു ഷുഗർ സിറപ്പൊക്കെ ആ ഒരു പരിപ്പിലേക്ക് വലിച്ചെടുത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അടച്ച് വെച്ചിട്ടൊരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മതിയാവട്ടെ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കറക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. കാരണം 10-12 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് ഉരുട്ടിയെടുക്കുന്നതിന് മുൻപായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 5 ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തുള്ള പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഏലക്കയുടെ തൊലി കടിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒരു സ്റ്റേജ് എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. ഇത് നമ്മുടെ ലഡുവിന് പ്രത്യേക ടേസ്റ്റിന് തരും. പഞ്ചസാരയും ഏലക്കായും കൂടെ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ പൊടിച്ച് ചേർക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക ചെയ്യരുത്. നമ്മൾ സാധാരണ ലഡു ബൂന്തി വെച്ചിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂം മുന്തിരിയൊക്കെ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ മെലൺ സീഡ് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. പിന്നെ കാഷ്യൂ മുന്തിരി ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോ ബോളാക്കി എടുക്കും. അതിൽ പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ബോളാക്കി എടുക്കുന്ന സമയത്ത് ഓരോന്നിലും ഇങ്ങനെ വെച്ച് കൊടുത്താലും മതിയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലഡുവിനുള്ള മിക്സ് ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇതുപോലെ നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിലൊരു ഇത്തിരി നെയ്യ് തടവി എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഒന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ പരിപാടി കഴിയും. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കയ്യിലൊരിത്തിരി എണ്ണ തടവി കൊടുക്കുക. നെയ്യ് തടവി കൊടുക്കേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു അളവിൽ 13-14 എണ്ണമൊക്കെ ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമാവും കേട്ടോ. ഏകദേശം നമ്മൾ ബൂന്തിയൊക്കെ വെച്ച് ചെയ്യുന്ന ആ ഒരു ടേസ്റ്റിന് പെർഫെക്റ്റ് ആ ടേസ്റ്റിൽ എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉണ്ടാക്കി വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊന്നും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. Thank you.